പ്രശ്നങ്ങളും മനുഷ്യ സമൂഹത്തിലുള്ളത്. അത് മതമണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ഒക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ പുനരാഗമനത്തോടുകൂടെ കർത്താവായ യേശു തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ആദമിനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യപരിപാടികളെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരും. ദൈവാധിപത്യ ഭരണം സംജാതമാകുമ്പോൾ മനുഷ്യനും ദൈവവും മനുഷ്യനും ഒന്നിച്ചുള്ള ഐക്യപൂർണമായിരിക്കുന്ന ഒരു കാലയളവ്, ദൈവത്തോട് മനുഷ്യനെ നിരപ്പും ആ കൂട്ടായ്മയുമുള്ള ഒരു സമ്പൂർണ്ണ യുഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുവാനിടയാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒടുവിലായി ചിന്തിച്ചത് ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള ജനവിഭാഗങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ട് 3 വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ഒന്ന്, തേജസ്കരിക്കപ്പെട്ട ദൈവസഭ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, ഈ കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചു മൺമറഞ്ഞവരും ജീവനോടിരിക്കുന്നവരും, മരിച്ചവരുയർത്തും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അവരാണ് ഒരു വിഭാഗം ആളുകൾ. അവർ ഇന്ന് കാണുന്ന പോലുള്ള ഈ മർത്യ ശരീരത്തിലല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. വാസ്തവത്തിൽ ഈ 1000 ആണ്ടുവാഴ്ച എന്ന് പറയുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ചല്ല. പ്രധാനമായിട്ട് സഭയ്ക്ക് ഒരു പങ്കാളിത്തമുണ്ട്, അവിടെ ശുശ്രൂഷയുണ്ട്, സേവനമുണ്ട്, അധികാരങ്ങളും പദവികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഭൗത ശരീരത്തിൽ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വേറെ 2 കൂട്ടരാണ് ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ. അതൊന്ന് ഇസ്രായേൽ ജാതിയായിരിക്കും. അവരെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരെന്ന് തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധിയിൽ കർത്താവ് ആരെക്കുറിച്ച് പറഞ്ഞു? ആ സമൂഹം, ഇസ്രായേൽ ജാതി. അവർ ജാതിയായി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അംഗീകരിച്ച് കർത്താവിൻ്റെ കർത്തൃത്വം സ്വീകരിച്ച് മശിഹയായിട്ട് സ്വീകരിച്ച് മശിഹയുടെ ഭരണത്തിൻ്റെ കീഴിൽ അതിൻ്റെ സൽഫലങ്ങളെല്ലാം അനുഭവിക്കും. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ജാതികളാണ്. ഇസ്രായേലിയരല്ലാത്ത, ദൈവസഭയോട് ബന്ധപ്പെടാത്ത, തേജസ്കരിക്കപ്പെടാത്ത ശരീരത്തിൽ 1000 ആണ്ടുവാഴ്ചയിലേക്ക് പ്രവേശനം ലഭിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അവരെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തത്, അതുകൊണ്ട് ഇനി ആവർത്തിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ 3 തരത്തിൽപ്പെട്ട ആളുകൾ കർത്താവിൻ്റെ ഭരണകാലത്ത് 1000 ആണ്ടുവാഴ്ചയിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമായ സഭ, ആ കൂട്ടത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത് ഇസ്രായേൽ, ഭൗതിക ഇസ്രായേൽ, ഇന്ന് ഭൂമിയിലുള്ളവരിൽ നിന്ന് പീഡനകാലത്തെ അതിജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ. 3-ാമത് ജാതികൾ, പീഡനകാലത്തിൻ്റെ ഒടുവിൽ ഇസ്രായേലിയരല്ലാതെ ഇസ്രായേലിയരോട് അനുഭാവം പുലർത്തിയവരായി ലോകത്തിൽ ശേഷിക്കുന്ന ജാതികൾ. ഇങ്ങനെ 3 കൂട്ടം ആളുകൾ ആണ് അന്ന് ഭൂമിയിലുള്ളത്. ഇന്നുള്ളതുപോലെ അന്നും ദൈവസഭയ്ക്കൊഴിച്ച്, തേജസ്കരിക്കപ്പെട്ടവർക്കൊഴിച്ച് സന്താനവർദ്ധനവും വംശവർദ്ധനവും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെ ആദം ഹൗവമാർക്ക് ഏദൻ തോട്ടത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ദൈവം നൽകിയത്, അതേ കാര്യങ്ങളെല്ലാം 1000 ആണ്ടുവാഴ്ചയിലും തുടരുന്നതായിരിക്കും. ഈ ഭൂമിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുവാൻ പോകുന്നത്. ഈ ഭൂമിയെ അതിനോടനുബന്ധമായിട്ട് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. മണ്ഡലങ്ങൾക്കൊക്കെ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. സമ്പൂർണ്ണ ദൈവനീതി നടപ്പാക്കുന്ന ദൈവാധിപത്യം, തിയോക്രസി ഇവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി വാഴേണ്ടിയിരുന്ന ആദാം പാപമുഖാന്തരം ആ വാഴ്ച നഷ്ടപ്പെട്ട് വീണുപോയപ്പോൾ അവനെ വീണ്ടെടുത്ത് ആദാമ്യ വർഗത്തിൻ്റെ പ്രതിനിധിയായി, ആദാമിനെ പോലെ മനുഷ്യരക്തങ്ങളോടുകൂടി, നമ്മളെപ്പോലെ മാംസരക്തങ്ങളോടുകൂടിയവനായി ദൈവപുത്രൻ മനുഷ്യനായിട്ട് വന്ന് തൻ്റെ 1-ാമത്തെ വരവിൽ പാപപരിഹാരവും വീണ്ടെടുപ്പും മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കിയതുപോലെ 2-ാമത്തെ വരവിൽ തൻ്റെ സമ്പൂർണ്ണ വാഴ്ചയും സംജാതമാക്കും. ഇപ്രകാരം ഒരു കാലയളവും ഭരണമൊക്കെ എന്തിനാണ് ദൈവം ക്രമീകരിച്ചത്? എന്താണ് ഈ ദൈവാധിപത്യത്തിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു 6-7 കാര്യങ്ങൾ, ഓരോ വാചകങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഈ 1000 ആണ്ടുവാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവികമായ പല പദ്ധതികളും അന്ന് നടപ്പിലാകേണ്ടതായിട്ടുണ്ട്. 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യനും ഇതര സൃഷ്ടികളും ഒക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നീതിമാനായ ദൈവം, സ്നേഹവാനായ ദൈവം, പരിശുദ്ധനായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം ഏത് ഉദ്ദേശത്തിൽ പ്രപഞ്ച സൃഷ്ടി നിർവഹിച്ച് ജീവജാലങ്ങളെ ആക്കി വെച്ചോ ആ അവസ്ഥയ്ക്കെല്ലാം പാപത്തോടുകൂടെ ഭ്രംശം സംഭവിച്ചു. ആ അവസ്ഥകളെല്ലാം പരിപൂർണമായി പരിഹരിച്ച് ദൈവവും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം അനുഗ്രഹപൂർണമായ ഒരവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ കാര്യം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, നീതി, സത്യം, കരുണ, സംരക്ഷണം, കരുതൽ, ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. എന്നാൽ ദൈവത്തെ വിട്ട് അകന്ന് ജീവിക്കുന്നതുകൊണ്ട് മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും ഈ അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം സാധ്യമാണെന്നുള്ളത് വെളിപ്പെടേണ്ടതിന് ഇങ്ങനൊരു കാലയളവ് ആവശ്യമാണ്. 1000 ആണ്ടുവാഴ്ചയിൽ ആ കാര്യം സമ്പൂർണ്ണമായിട്ടും സാധ്യമായിട്ട് തീരും. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ഒക്കെ സകല ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല എല്ലാ സൃഷ്ടികൾക്കും അന്ന് ലഭ്യമാകാനായിട്ട് ഇടയായിത്തീരും.
ദൈവം അന്ന് മാത്രമല്ല ഇന്നും അതുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. യോഹന്നാന്റെ 3:16 നമുക്കറിയാവുന്ന ഒരു വാക്യമാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആ വാക്യം പ്രധാനമായിട്ട് മനുഷ്യരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ചില തർജ്ജമകളിൽ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് കാണുന്നത്. ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്നാണ് മറ്റു ചില തർജ്ജമകൾ. അത്രയധികം, സോ മച്ച്. എത്രയധികം അധികം എത്രയും വരുമോ? അതിലും കൂടുതലുണ്ടോ? ഈ ലോകത്തിൽ എത്രത്തോളം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ആവശ്യമുണ്ട്, അത്രത്തോളം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ, ദൈവത്തിൻ്റെ ഹിതത്തിൽ, ദൈവഹിതപ്രകാരം ജീവിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവമായിരിക്കുന്ന ദൈവപുത്രനെ തരാൻ ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ അതിനേക്കാൾ അധികം ദൈവം മനുഷ്യനെ സ്നേഹിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ലവ് ദ വേൾഡ്. അത്രയ്ക്ക് സ്നേഹിച്ചു, അത്രയധികം സ്നേഹിച്ചു. ആര് സ്നേഹിച്ചു? ദൈവം സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ലോകത്തെ എന്ന് പറഞ്ഞ മനുഷ്യരെന്ന അർത്ഥം. നമ്മളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടല്ലേ. വ്യക്തിപരമായി പറയുമ്പോൾ എന്നെ സ്നേഹിച്ചു ദൈവം, ഇത്രയധികം നിന്നെ സ്നേഹിച്ചു. സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നെന്ന്. ഒരിക്കലും ഭംഗം വരാത്ത, കുറവ് വരാത്ത, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിണങ്ങാത്ത ഒരാളേ ഉള്ളൂ, ദൈവം മാത്രമാണ്. ഇല്ലയോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായാലും ആശയവ്യത്യാസം വരുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലുമൊക്കെ ഒന്ന് പിണങ്ങും, ഇല്ലയോ? ചിലർ സ്ഥിരമായിട്ടും പിണങ്ങുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവും വരുന്നില്ല. ആ ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണത, സ്നേഹം മാത്രമല്ല, നീതി, വിശുദ്ധി, കരുതൽ, കരുണ, ഇങ്ങനെയുള്ള എല്ലാ ദൈവിക ഗുണലക്ഷണങ്ങളും ഈ കാലയളവിൽ മനുഷ്യൻ പൂർണ്ണമായിട്ട് തിരിച്ചറിയും. ഇന്ന് അത് വേണ്ടവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്ന ചുരുക്കം പേരേ ഉള്ളൂ. അത് രക്ഷിക്കപ്പെട്ടവരെ തന്നെ ഒരു വിഭാഗത്തിനേ കഴിയുന്നുള്ളൂ. എന്നാൽ ലോക ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷവും ഈ സത്യദൈവത്തെ അറിയാതെ, ദൈവമാർഗത്തെ അറിയാതെ ജീവിക്കുന്നവരാണ്. റോമലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നവർ അവരെന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലിയം എന്നിവയുടെ രൂപസാദൃശ്യങ്ങളോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? നീതിമാനായ ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ മറന്ന് വിഗ്രഹാരാധികളായിപ്പോയി. അവർ ജഡത്തിനും മനോനിരൂപണങ്ങൾക്കും ഒത്തവണ്ണം ജീവിക്കണമെന്നാണ് വായിക്കുന്നത്. അത് അപ്പോസ്തലൻ എഴുതുന്ന കാലത്ത് മാത്രമല്ല, അതിലധികമായിട്ട് ഈ കാലത്തും യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമ്മളതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാ. അങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ, അല്ലേ? കുരിന്ത്യരോട് പറയുമ്പോൾ നിങ്ങളും ചില ആവക്കാരൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവായ യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവമക്കളായി തീരുവാനും ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനും ദൈവിക കൂട്ടായ്മയിലേക്ക് വരുവാനും ഇടയായിത്തീർന്നു. നമ്മളെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇന്ന് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പാൽപ്പമൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ ആ കർത്താവിനെ മുഖാമുഖമായി കാണുകയും കർത്താവിൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ വാഴുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും, നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്നൊക്കെ കുറെ കൂടെ ആഴത്തിൽ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. അതിന് ഈ കാലയളവ് നമുക്ക് സഹായകരമായിട്ട് തീരും. രണ്ടാമത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം വെളിപ്പെടാൻ വേണ്ടി ഒരു കാലയളവാണ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം നടപ്പിലാക്കാനാണ് ആദാമിലൂടെ മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയാൻ പറഞ്ഞത്. എന്നാൽ പാപം മുഖാന്തരം അത് അതുപോലെ നടപ്പിലായില്ല. ദൈവത്തിന് എതിരെ നിൽക്കുന്ന ഒരു വിഭാഗം മനുഷ്യരിൽ തന്നെ ഉണ്ടായി. പിശാചും ദൂതന്മാരും ഒക്കെ വേറെയുണ്ട്. എന്നാൽ അതുകൂടാതെ മനുഷ്യകുലത്തിൽ നിന്നും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു സമൂഹമുണ്ട്. കയ്യൻ മുതൽ കോടാനുകോടികളാണ് കഴിഞ്ഞ കാല ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. ലോക ജനസംഖ്യയിലെ ഒരു വലിയ സമൂഹം ഇന്നും ജീവനുള്ള ദൈവത്തെ അറിയാനോ അംഗീകരിക്കാനോ മനസ്സില്ലാത്തവരാണ്. പകരം ഊമവിഗ്രഹങ്ങളെ സേവിക്കുക, മിഥ്യാമൂർത്തികളെ സേവിക്കുക, അതിലവർ ആനന്ദം കാണുക, അതിന് പിശാചിനാൽ വശീകരിക്കപ്പെട്ടവരായി പോകുന്ന ഒരു വലിയ സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം ആരാണെന്നും സമ്പൂർണ്ണ ദൈവഹിതം എന്താണെന്നും സകലരും അറിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ആഗ്രഹമാണ്. അത് വെളിപ്പെടുന്ന കാലയളവാണ് 1000 ആണ്ട് വാഴ്ച. നമ്മൾ ഇതിനു മുമ്പ് ഓർത്തിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം കർത്താവ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിപൂർണ്ണ ഹിതം സ്വർഗത്തിൽ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൻ്റെ പതിപ്പായിട്ട് ഭൂമി മാറണം. ദൈവത്തിൻ്റെ റിബലായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടല്ല ഭൂമിയും ഭൂമിയിലെ ആളുകളുമായിരിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണോ അതിന് ആമീൻ പറയുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം. അല്പാൽപമായിട്ട് ചില ആളുകളൊക്കെ ഭൂമിയിൽ അവിടെ ഇവിടെയായിട്ട് ഇന്ന് അങ്ങനെ ഉണ്ടെങ്കിലും സമ്പൂർണ്ണമായിട്ടില്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ സമ്പൂർണ്ണമായിട്ട് ഈ കാര്യം നടക്കും. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ അന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സാത്താൻ ഇവിടെയില്ല. കാരണം 1000 വർഷത്തേക്ക് അവനെ ബന്ധിച്ച് അഗാധ കൂപത്തിലിട്ട് ചങ്ങലയ്ക്ക് അടച്ചതിന് ശേഷം ആണ് ഈ കാലയളവ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭരണകാലം തുടങ്ങുന്നത്.
അതുകൊണ്ട് അന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഒരാളില്ല. പ്രശ്നം ഉണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നം കുറവായിരിക്കും. ഇന്നും ഈ പ്രശ്നക്കാരാണ് എല്ലായിടത്തും പ്രശ്നം. സഭയിലായാലും വീട്ടിലായാലും രാഷ്ട്രീയത്തിലായാലും സമയയിലായാലും ഒക്കെ അല്ലേ? കർത്താവ് നമ്മളെ രക്ഷിക്കുക എന്തിനാ? പ്രശ്നം ഉണ്ടാക്കാനാണ്, പ്രശ്നം പരിഹരിക്കാനാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അല്ലേ? അങ്ങനെയല്ലയോ? എൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാ. നമ്മുടെ പണി എന്തുവാ? സമാധാനം ഉണ്ടാക്കുകയാണോ ഇല്ലാതാക്കുകയെന്ന്? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വേണ്ട, അത് നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതികൾ, സമ്പൂർണ്ണ ദൈവഹിതം നടപ്പിലാകണം. സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലുമാകണമെന്നുള്ള ദൈവഹിതം അന്ന് നിവൃത്തിയാകുമായിരുന്നു കൊണ്ട് വാഴ്ചയിൽ. അന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇതിങ്ങനെയൊക്കെയാണെന്ന്. ഇന്ന് ബോധ്യപ്പെടാത്തവർക്കും, ഇന്ന് സമ്മതിക്കാത്തവർക്കും, മനസ്സിലാകാത്തവർക്കും, ഇന്ന് സുവിശേഷം കേട്ടാലും ബൈബിൾ ക്ലാസ് കേട്ടാലും ബൈബിൾ വായിച്ചാലും ഇതിന് എത്ര നല്ല സ്റ്റഡിയൊക്കെ കിട്ടിയാലും എത്ര വ്യാഖ്യാനം കിട്ടിയാലും ഒന്നും ചില സമ്മതിക്കുകയില്ല, അംഗീകരിക്കുകയില്ല. അവർക്ക് അവരുടേതായ ചില ന്യായങ്ങളും വകുപ്പുകളും ഒക്കെ പറയാനുണ്ട്, ബുദ്ധിയുടെയും യുക്തിയുടെയും ഒക്കെ പ്രമാണങ്ങൾ. എന്നാൽ അതിലൊക്കെ അതീതമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വാഴ്ത്തപ്പെട്ട രക്ഷകൻ, ദൈവപുത്രൻ, മശിഹ രാജാവ് ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ അന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അതെല്ലാവർക്കും സംശയരഹിതമായി മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു കാലയളവായിരിക്കും അത്. അതിന് ദൈവം അങ്ങനെ ഒരു പ്രത്യേക അവസരം അല്ലെങ്കിൽ ഒരു കാലയളവ് നീക്കി വച്ചിരിക്കുകയാണ്. മൂന്നാമതായിട്ട് മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യരോട് ബന്ധപ്പെട്ട് മാത്രമല്ല, മനുഷ്യൻ്റെ പാപം അല്ലെങ്കിൽ ആദാമ്യ പാപം ആദാമ്യ വർഗത്തെ, മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും ബാധിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ. റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് എന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴികെ ബാക്കി സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട എല്ലാ ജീവജാലങ്ങളും ഒരു വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അത് വരാൻ പോവാ. താഴോട്ട് 22 വരെയുള്ള വാക്യങ്ങൾ അവിടെ അതാണ് നമ്മൾ കാണുന്നത്. വായിച്ചു. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നൊരു വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ സൃഷ്ടികളെല്ലാം ഇന്ന് അസ്വാതന്ത്ര്യത്തില, അടിമത്വത്തില. കാട്ടിലും നാട്ടിലും എല്ലാം നമ്മൾ കാണുന്നില്ല, ഒന്നൊന്നിനെ കൊല്ലുന്നു, തിന്നുന്നു. അതാണ് എവിടെ നോക്കിയാലും കാണുന്നത്. നശീകരണമാണ്. സമാധാനത്തോടെ ജീവിക്കാൻ ഒക്കുകയില്ല. നിരുപദ്രവകാരികളായ ജീവികൾ പോലും അങ്ങനെ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ന് ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു പാർക്കും. കാട്ടുമൃഗവും നാട്ടുമൃഗവും ദുഷ്ടമൃഗവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദോഷം ചെയ്യാത്ത ഒരു കാലയളവ് വരാൻ പോകുന്നു. അതാണ് മശിഹാ ഭരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല, ഇതര സൃഷ്ടികളും ഇതര ജീവജാലങ്ങളും എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ദൈവപുത്രന്മാരുടെ തേജസ്സിൻ്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. ആ മഹത്വപൂർണ്ണമായ കാലയളവിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കെല്ലാം വീണ്ടെടുപ്പുണ്ടാകും. ഏതെങ്കിലും തോട്ടത്തിൽ ഈ കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും അന്യോന്യം ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്ന കാലമല്ലായിരുന്നു പാപം പ്രവേശിക്കും മുമ്പ്. പാപത്തിൻ്റെ പ്രവേശനമാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആദവനോട് ദൈവം പറഞ്ഞത്. അതിൻ്റെ ഫലം ജീവജാലങ്ങളെ മുഴുവൻ ബാധിക്കുന്നതായിരുന്നു. അതാണ് ഇന്ന് കാണുന്ന കൊല്ലിനും കൊലയ്ക്കും എല്ലാത്തിനും കാരണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങളിലൊക്കെ വന്യജീവികളുടെ ശല്യം കൂടുതലാണ്. മലമ്പ്രദേശമൊന്നുമല്ല, നമ്മുടെ ഈ നാട്ടിൽ അങ്ങ് പടിഞ്ഞാറ് വരെയും ഈ പന്നി വർഗ്ഗങ്ങളും അതുപോലെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരുപാട് ഉപദ്രവകാരികളായ ജീവികളുണ്ട് അല്ലേ? ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശിക്ഷാക്രമത്തിൽ മനുഷ്യനെ ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ പലയിടത്തുണ്ട്. മറ്റൊരു വിഷയമാണ്, ഞാൻ ആ വഴിക്കോട്ട് കടന്നു പോകുന്നില്ല. എന്നാൽ അതുങ്ങൾക്കും സ്വസ്ഥതയില്ല, നമുക്കും സ്വസ്ഥതയില്ല, അല്ലയോ? 4 കപ്പ ഇട്ടാൽ ഇതുങ്ങൾ വന്ന് മാന്തിയേച്ച് പോകും. അത് മുതലായി കിട്ടുകയില്ല, അല്ലെങ്കിൽ ഫലമായിട്ട് കിട്ടത്തില്ല. അതുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഇല്ലാതെ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങിയിരിക്കുക. നാട്ടുകാരെല്ലാം കൂടെ കാട്ടിലോട്ട് കയറി ഇതുങ്ങളെല്ലാം വെടിവെച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക. ചുരുക്കാൻ പറഞ്ഞാൽ മനുഷ്യനും ജീവജാലങ്ങളും സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം അനുബന്ധമായിട്ട് സംഭവിക്കാൻ പോകുന്ന രാജവാഴ്ചക്കാലത്തെക്കുറിച്ചുള്ളതാണ്. അന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒന്നും ഉണ്ടാകുകയില്ല. ഒന്നൊന്നിനെയും ആക്രമിക്കത്തില്ല, ഉപദ്രവിക്കത്തില്ല. നല്ല സന്തോഷപൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു കാലയളവ് അങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അതിനുവേണ്ടിയായി 1000 വർഷം പ്രത്യാൽ വേർതിരിക്കുന്നു. സകല സൃഷ്ടികൾക്കും അതിൽ നിന്ന് സന്തോഷിക്കുവാനും അനുഗ്രഹപൂർണ്ണമായി തീരുവാനിടയായിത്തീരും. 4ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 17 മുതൽ 19 മുതൽ വാക്യങ്ങളിൽ പാപം ചെയ്ത ശേഷം കുറയ്ക്കാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്.
ആദാം ഹവ്വമാരോട് പാപം ചെയ്തതിന് ശേഷം ദൈവം സംസാരിക്കുമ്പോൾ ദൈവം അവർക്ക് ശിക്ഷ വിധിക്കുന്ന കാര്യം, ആ കൂട്ടത്തിൽ ആദാമിനോട് എന്താ പറഞ്ഞതെന്നറിയാമോ? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ വസിക്കുന്നത് ശാപപൂർണമായ ഒരു ഭൂമിയിലാണ്. ആ ശാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എവിടെയും കാണാനായിട്ട് കഴിയും. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം പറ്റി ശാപമില്ലാത്ത അനുഗ്രഹീതമായ ഒരു പുതിയ ഭൂമി ഉണ്ടാകണം. യെശയ്യാവും യിരെമ്യാവും എസെക്കിയേലും ഒക്കെ അങ്ങനെ ഒരു കാലയളവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചല്ല, പുതിയ ആകാശഭൂമികളെ പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലും ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. മതി, ആരാധിക്കും. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. എപ്പോഴാ? സമ്പൂർണ്ണ യുഗത്തിലേക്ക് വരുമ്പോഴാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലയളവാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. പുതുവാന ഭൂമിയിൽ എത്തുന്നതിന്, പുതുവാന ഭൂമിയിലെ കാര്യമായി ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയിൽ ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്ന് പ്രവാചക പുസ്തകങ്ങളിലെ ധാരാളം വാക്യങ്ങൾ നമുക്ക് ബോധ്യം തരുന്നുണ്ട്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 ഒന്ന് വായിച്ച്. മുമ്പേ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അല്പം കൂടെ വിശദീകരണം അവിടെ കാണാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. മനുഷ്യനെന്നല്ല, ഒരു ജീവജാലങ്ങളും ചെയ്യുകയില്ല. അപ്പം ഇന്ന് പരസ്പരം വിരോധികളായിരിക്കുന്ന, പോരടിക്കുന്ന, നാശം വരുത്തുന്ന ജന്തുക്കൾ പോലും, ജീവജാലങ്ങൾ പോലും അന്നങ്ങനെ ആയിരിക്കും. ആരും ഒരു നാശമോ ദോഷമോ ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്. അതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവ്. ശാപമില്ലാത്ത ഒരു കാലയളവ് വരും. ശപിക്കപ്പെട്ട ഈ ഭൂമിയെ ശാപമുക്തമാക്കുന്ന ഒരു കാലയളവ് വരും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഭരണകാലമാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ആ കാലയളവിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രവചനങ്ങൾ അക്ഷരപ്രകാരം നിവർത്തി, ഒരു വാക്യങ്ങളൊന്നുമില്ല, അനവധി വാക്യങ്ങളുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു കാലയളവിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്, ഇസ്രായേലിനോട് ദൈവം ചെയ്ത ധാരാളം ഉടമ്പടികൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാമിനോടുള്ള ഉടമ്പടി, യാക്കോബിനോടുള്ള ഉടമ്പടി, ദാവീദിനോടുള്ള ഉടമ്പടി, അങ്ങനെ ധാരാളം ഉടമ്പടികളുണ്ട്. അതായത് ആ ഉടമ്പടികളിലൊക്കെ പറയുന്നത് അവർക്കൊരു രാജ്യവും രാജാവും അവരിൽ സ്ഥിരമായ ഭരണ സംവിധാനങ്ങളും ഒക്കെ ദൈവം കൊടുക്കുമെന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന സമയത്തും ഗബ്രിയേൽ മാലാഖ വന്ന് മറിയത്തോട് പറഞ്ഞ വാക്കുകളിൽ അതുണ്ട്. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. വായിച്ചാട്ടെ, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 1:30 മുതൽ. അവിടെ ഒന്ന് നിർത്തിക്കേ. ഇപ്പോൾ ഒടുവിൽ വായിച്ചത് വെച്ചാൽ അതിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ്, 1-ാം വരവിന് മുമ്പ് ഗബ്രിയേൽ ദൂതൻ മറിയയോട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇപ്പോൾ വായിച്ച വാചകം ഒന്നുകൂടെ വായിച്ചേ. അത് സംഭവിച്ചില്ലേ? സംഭവിച്ചു. പിന്നെ അവൻ വലിയവനാകും. ആയില്ലേ? ആയി. വിളിക്കപ്പെട്ടു. അത് കൊടുത്തോ? അത് സംഭവിച്ചോ? ഇല്ല. അപ്പോൾ ഇതിന് തൊട്ട് മുകളിൽ വരെയുള്ള കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവിൽ ഈ ഭൂമിയിൽ സംഭവിച്ചു. ഇപ്പോൾ വായിച്ചത് തൊട്ട് താഴോട്ട് ഇനി വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ 2-ാമത്തെ വരവിൽ സംഭവിക്കും. അതിലൊന്ന്,
കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിനോടും ദൈവം ഉടമ്പടി ചെയ്ത നിന്റെ സന്തതിക്ക് സ്ഥിരമായിട്ട് ശാശ്വതമായിട്ട് സിംഹാസനവും അധികാരവും ദൈവം കൊടുക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. ഇങ്ങനെ ഇസ്രായേലിയരോട് അവരുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ അനവധി വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ആ വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കാലയളവ് ദൈവം അനുവദിച്ചു. ബാക്കിയൂടെ വായിച്ചു സഹോദര. അടുത്ത ഭാഗം ആയിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മതി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. 2, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയർക്ക് എന്നേക്കും രാജാവായിരിക്കും. 3, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ 1000 വർഷം കൊണ്ട് പരിപാടി തീരുമെന്നല്ല. അതൊരു പ്രത്യേക കാലയളവ് അങ്ങനെ അനുവദിച്ചിരിക്കുന്നു സമ്പൂർണ്ണതയിലേക്ക് മനുഷ്യനെ മടക്കി വരുത്താൻ, ദൈവത്തെങ്കിലേക്ക് സ്ഥാനപ്പെടുത്താൻ. എന്നാൽ അതിനുശേഷം പിന്നെ പുതിയ ആകാശഭൂമികളാണ് വെളിപ്പാട് 21, 22 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. അവിടേക്ക് വരുമ്പോഴാണ് പാപമില്ലാത്ത പരിപൂർണതയിലേക്ക് മനുഷ്യനും പ്രപഞ്ചവും എത്തിച്ചേരുന്നത്. അത് നിത്യമായിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ സിംഹാസനം, അവൻ്റെ ഭരണം, അവൻ്റെ രാജ്യം എന്നേക്കും നിൽക്കും. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ ഒരിക്കലും ഓർക്കുണ്ടായി 4 ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 5ാമത് വരാൻ പോകുന്ന മശിഹായുടെ സാമ്രാജ്യം. ആ സാമ്രാജ്യം അങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. മറ്റു സാമ്രാജ്യങ്ങളെല്ലാം തകർത്ത് എന്നേക്കും നിലനിൽക്കും. ഒരിക്കലും നശിച്ചു പോകാത്ത, മാറിപ്പോകാത്ത ഒരു നിത്യരാജ്യത്വമായിട്ടത് തുടരും. അതിനുവേണ്ടിയാണ് രാജാവായിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ വായിച്ച വാക്യത്തിൽ കാണുന്നത് പോലെ പഴയ നിയമത്തിലെ അനേകം പ്രവചനങ്ങളിൽ നീതിമാനായ ഒരു രാജാവിനെക്കുറിച്ചും ഒരു ഭരണത്തെക്കുറിച്ചുമുള്ള വാഗ്ദത്തം ദൈവം ഇസ്രായേലിയർക്ക് നൽകിയിട്ടുണ്ട്. ഇതര ജാതികൾക്കും അങ്ങനെയുള്ള ഒരു കാലയളവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാലങ്ങളെല്ലാം പൂർത്തിയാകണമെങ്കിൽ ഇപ്രകാരം ഒരു കാലയളവ് അല്ലെങ്കിൽ 1000 വർഷത്തെ ഒരു ഭരണം ആവശ്യമാണെന്ന് മുൻകൂട്ടി കണ്ട് ദൈവം അപ്രകാരം ആ കാര്യം ക്രമീകരിച്ചിരിക്കുകയാണ് എന്ന് നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഇസ്രായേലിയരോടുള്ള ദൈവജനത്തോടുള്ള പഴയ നിയമകാലത്തെ ഉടമ്പടിയുടെ ജനതയോടുള്ള വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവം ഇങ്ങനെ ഒരു കാലയളവ് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. അത് അക്ഷരപ്രകാരം നടപ്പിലാകുകയും ചെയ്യും. അതുകൂടാതെ മറ്റൊരു ഉദ്ദേശം കൂടെ ഈ വിഷയത്തിൽ ദൈവത്തിനുണ്ട്. മുമ്പ് നമ്മൾ ഓർത്തതുപോലെ ദൈവത്തിന് വിരോധമായി മത്സരികളായി ദൈവത്തെ അനുസരിക്കാത്ത ഒരു ജനസമൂഹം ഇന്ന് എല്ലാ കാലത്തും ഉണ്ട്. ഇന്ന് അധികമായിട്ടും ഉണ്ട്. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ദുർഘട സമയങ്ങൾ വരും. മനുഷ്യരെങ്ങനാകും? സ്വസ്നേഹികളാവും, വമ്പ് പറയുന്നവരാകും. ഒരു വലിയ പട്ടിക നമ്മളവിടെ കാണുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതെല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ജനസമൂഹത്തെ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ ഇടപാടിൻ്റെ അവസാനത്തെ ഒരവസരമാണ് 1000 ആണ്ടുവാഴ്ച എന്ന് പറഞ്ഞാൽ 1000 ആണ്ടുവാഴ്ചയിലും മനുഷ്യൻ അധികമായിട്ട് പാപം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കത്തില്ലെങ്കിലും പാപ സ്വഭാവമുള്ളവരായിട്ട് ഒരു കൂട്ടം ആളുകളുണ്ടായി. അതായത് തേജസ്കരിക്കപ്പെടാതെ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും 1000 ആണ്ടുവാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവർ. അതിന് തെളിവെന്താണെന്ന് ചോദിച്ചാൽ 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? ഭൂമിയുടെ 4 ദിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ കൂട്ടിവരുത്തും. അവരാരാ? ഈ 1000 വർഷം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നവരാ, കർത്താവിനെ നേരിട്ട് കണ്ടവരാ, യേശു കർത്താവിൽ നിന്ന് കേട്ടവരാ, സുവിശേഷം അന്നും പ്രസംഗിക്കപ്പെടുന്നു ഇന്നത്തെ പോലെ. ആ സുവിശേഷം അറിഞ്ഞവരാ, ദൈവിക സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയവരാ, ശരിയും തെറ്റുമൊക്കെ ഒരു സംശയത്തിനിടയില്ലാതെ ബോധ്യപ്പെട്ടവരാ. എന്നിട്ടും രക്ഷിക്കപ്പെടാത്തവർ അപ്പോഴും ഉണ്ട്. മത്സരിക്കാതിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അന്ന് മത്സരികളെയും ദുഷ്ടത പ്രവർത്തിക്കുന്നവരൊക്കെ രാജ്യത്തിൽ നിന്ന് നുള്ളിപ്പറക്കിയെടുത്ത് തീപ്പകയിലേക്ക് തള്ളിക്കളയുമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാരും മത്സരത്തിനൊന്നും നിന്നില്ലെങ്കിലും മത്സരിപ്പിക്കാൻ ഒരാൾ വന്നപ്പോൾ സാത്താനെ അഴിച്ചുവിട്ട് പുള്ളിക്കാരൻ വന്ന് പ്രേരിപ്പിച്ചപ്പോൾ വലിയൊരു സമൂഹമാണ് ദൈവത്തിന് എതിരെ തിരിഞ്ഞത്. വിശുദ്ധന്മാരുടെ പാളയത്തെ വളയുവാനായിട്ട് വരുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ആ അധ്യായത്തിൽ പറയുന്നത് ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് മുഴുവനെണ്ണത്തിനെയും ദഹിപ്പിച്ച് കളയുമെന്നാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ജനസമൂഹം മത്സരികളായിട്ട് വരണമെങ്കിൽ അവരെവിടെ ഉണ്ടായിരുന്നു? 1000 ആണ്ടുവാഴ്ചയിൽ ഈ ഭൂമിയിൽ തന്നെ ഉള്ളവരായിരുന്നു. തേജസ്കരിക്കപ്പെട്ടവരല്ല, സാധാരണ ശരീരത്തിലുള്ള ആളുകൾ. അധികം പേര് പാപം ചെയ്തില്ലെങ്കിലും പാപസ്വഭാവമുള്ളവർ അന്നുമുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള അവസാനത്തെ അവസരമായിരുന്നു ഇത്. ഏതവസരം? ഈ 1000 ആണ്ടുവാഴ്ച. ഇതിനേക്കാൾ നല്ലൊരു സുവർണ്ണകാലം ഇനിയും കിട്ടാനില്ല. ഇവിടെ തെളിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യൻ എത്ര അവസരങ്ങൾ കൊടുത്താലും മത്സരികളായ ഒരു കൂട്ടം മനം തിരിയാത്തവരെല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അവസരം കിട്ടാത്തത് കൊണ്ടല്ല, അവസരം കിട്ടിയിട്ടും അനുതപിച്ച് ദൈവത്തെങ്കിലേക്ക് വരാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് മനുഷ്യൻ പാത്രരാകണമെന്നുള്ള വ്യക്തമായ പാഠം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ചിലരൊക്കെ ഈ സുവിശേഷത്തെ പ്രതിരോധിക്കാൻ പല ന്യായങ്ങളും പറയും. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ കാര്യം എന്തോ ചെയ്യും, കാട്ടിലുള്ളവരുടെ കാര്യം അങ്ങനെ. ഇവിടെ ഇത് നേരിട്ട് കേട്ട യുവമാരുടെ കാര്യം എന്തോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കേൾക്കാത്തവൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തട്ടാമുട്ടിയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി സ്ലിപ്പ് ചെയ്യുന്നതല്ലാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അവിടെ കൃപയാൽ നമുക്കിത് കേട്ട് വിശ്വസിക്കുവാനും കർത്താവിനെ അംഗീകരിക്കുവാനും ഈ കർത്താവിനെ അനുഗമിക്കുവാനും ഒക്കെ ഇടയായി എന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ്. ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 1000 ആണ്ട് വാഴ്ചയുടെ മറ്റൊരു ഉദ്ദേശമെന്ന് പറയുന്നത് അതാണ്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ തീർന്നു പോകാത്ത കൃപയുടെയും സ്നേഹത്തിൻ്റെ ഒടുവിലത്തെ അവസരമാണിത്. ദൈവം എത്ര അവസരങ്ങൾ നീട്ടി കൊടുത്താലും പിന്നെയും മനുഷ്യൻ്റെ മത്സര സ്വഭാവം അവസാനിക്കുന്നില്ല എന്ന് വെളിപ്പെടുന്ന രംഗമാണ്. ഇനി അതിനുശേഷം രക്ഷിക്കപ്പെടാനൊന്നും ആർക്കും സമയമൊന്നുമില്ല. 1000 ആണ്ട് വാഴ്ച വരെ അതിനുള്ള കാലയളവ് ഉണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വായിക്കുന്നത് വെളിപ്പാടിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ അന്ത്യന്യായവിധിയെക്കുറിച്ചാണ്. വെള്ളസിംഹാസനത്തിന് മുമ്പിലുള്ള അന്ത്യന്യായവിധി. ആ കാലയളവിൽ മരിച്ചവർ ആബാലവൃദ്ധം എഴുന്നേറ്റ് വരുമെന്നാണ് വായിക്കുന്നത്. വന്നിട്ട് ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കും. അവിടെ ഓരോരുത്തരെയും അവരുടെ പ്രവർത്തികൾക്കനുസരണമായിട്ട് ന്യായം വിധിക്കും. പുസ്തകങ്ങളെല്ലാം തുറക്കപ്പെടും. വിധി പ്രസ്താവിക്കും. എന്തായിരിക്കും ഒടുവിലത്തെ വിധി? തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്ന വിധിയായിരിക്കും. 14-15 വാക്യങ്ങളിൽ നമ്മൾ 20-ാം അധ്യായത്തിൽ വായിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്തു ചെയ്യും? തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇനി ഒരു ചാൻസ് കൂടെ ഇല്ല. ആ തീപ്പൊയ്കയിലേക്ക് പോകുന്ന ഏവർക്കും അറിയാം, എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കും, ഞങ്ങൾ അതിന് അർഹരാണ്, ഞങ്ങൾ കുറ്റക്കാരാണ്, ഇത് ന്യായമായ വിധിയാണ്, നീതിപൂർവമായ ഒരു തീരുമാനമാണെന്നുള്ള ബോധ്യത്തോടെയാണ് തീപ്പൊയ്കയിലേക്ക് പോകുന്നത്. അപ്പോൾ 1000 ആണ്ട് വാഴ്ച വരെയും മനുഷ്യന് ദൈവത്തോട് നിരക്കാനും ദൈവത്തിങ്കിലേക്ക് വരാനുള്ള അവസരമുണ്ട്. എന്നാൽ ഇന്ന് അതിനൊക്കെ വിശേഷമായ ഒരു കാലയളവാണ് സഭാകാലം, അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്. കൃപായുഗത്തിൽ ഏതൊരു വ്യക്തിക്കും സുവിശേഷം കേട്ട് വിശ്വസിച്ച് കർത്താവിനെ കൈക്കൊണ്ട് ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുക. ദൈവം തന്ന അധികാരം. ആരുടെ അനുവാദം വേണ്ട, ആരുടെ ഒപ്പും സമ്മതവും സീലും ഒന്നും ആവശ്യമില്ല. ഏത് വ്യക്തിക്കും നേരിട്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് പാപക്ഷമയും നിത്യജീവനും പ്രാപിപ്പാനുള്ള അവസരം ഇന്നുമുണ്ട്. വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ കർത്താവ് തയ്യാറാണ്. അവിടുന്ന് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ആ വചനം പറയും. എൻ്റെ കേൾവിക്കാരിൽ ആരെങ്കിലും ഇപ്പോഴും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ രക്ഷിതാവിനെ കണ്ടെത്തുവാനുള്ള സമയമാണിത്. രക്ഷകൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കേണ്ട നരകശിക്ഷാവിധി അനുഭവിച്ചുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത്. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലും ശരീര തകർച്ചയും കഷ്ടാനുഭവങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ട നരകശിക്ഷയ്ക്ക് പകരമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അത് വിശ്വസിച്ചേറ്റ് പറഞ്ഞ് കർത്താവിനോട് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമെങ്കിൽ സൗജന്യമായ നിത്യജീവൻ, പാപമോചനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, കർത്താവായ യേശു പാപികളുടെ രക്ഷകനാണ്. വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിലും ദൈവത്തിൻ്റെ കൃപാവരം നമ്മുടെ കർത്താവായ യേശുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ നിങ്ങളുടെ സ്വന്തമാകും. നിത്യജീവൻ തരുവാനാണ് കർത്താവായ യേശു എനിക്ക് നിങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവനെ ക്രൂശിൽ നൽകിയത്. അത് ഏറ്റെടുക്കുന്നവർക്ക് പാപക്ഷമയുണ്ട്, നിത്യജീവനുണ്ട്. യേശുവെ കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പേർക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ടതിന് പകരം അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. പാപിയായ എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് അനുതാപത്തോടെ കർത്താവിനോട് ഒരു വാക്ക് പറയുമെങ്കിൽ ആ നിമിഷം തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എല്ലാ പാപങ്ങളും ക്ഷമിക്കും. നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഒരു പുതുജീവിതത്തിലേക്ക്, യേശുവിനോട് ചേർന്നുള്ള ദൈവത്തോടൊപ്പമുള്ള അനുഗ്രഹ സമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശു നിങ്ങളെ വിളിക്കുകയാണ്. ആര് കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. യേശുക്രിസ്തുവിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിടാം. ഈ 1000 ആണ്ട് വാഴ്ച ഇങ്ങനെ ക്രമീകരിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സമ്പൂർണ്ണ മഹത്വം സകല ജനങ്ങളും അറിയാനുള്ള ഒരു കാലയളവാണത്. ഇന്ന് നമുക്ക് ഭാഗികമായിട്ട് യേശുവിനെ കുറിച്ച് അറിയാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആ ദൈവത്വത്തിൻ്റെ മഹത്വം നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പോഴും അറിയത്തില്ല. നമുക്ക് വചനത്തിലൂടെ കിട്ടിയ ആ വെളിപ്പാടിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രകാശനത്തിൻ്റെ പരിമിതിക്കുള്ളിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മൾ അവനെ സ്നേഹിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ കർത്താവിനോടുകൂടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര മഹത്വസമ്പൂർണനാണ്, അവിടുന്ന് എത്ര നിസ്തുല്യനാണ്, അങ്ങ് എത്രയോ ശ്രേഷ്ഠനാണെന്നുള്ളത് ആഴത്തിൽ അറിയുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ഇന്നുള്ളതിനേക്കാൾ അനേകം മടങ്ങ് ആഴത്തിലുള്ള അറിവ് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് അന്നുണ്ടാകും. അപ്പോഴാണ് കർത്താവിന് മുമ്പിൽ കൂടുതൽ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമുക്ക് ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായിട്ട് ഇടയായിത്തീരും. ഇന്ന് ആ പരിജ്ഞാനക്കുറവുണ്ട്. പലപ്പോഴും വേണ്ടത്ര ബഹുമാനവും ആദരവും ഒന്നും കർത്താവിനും അവൻ്റെ വചനത്തിനും കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് നമ്മുടെ കുറവാണ്, നമ്മുടെ പരിജ്ഞാനക്കുറവാണ്. എന്നാൽ കർത്താവിനെ ആഴത്തിൽ അറിയുമ്പോൾ മറ്റെല്ലാത്തിലും അധികം അവിടുത്തെ സ്നേഹിപ്പാനും അവിടുത്തെ ശുശ്രൂഷിപ്പാനും അവിടുത്തോട് ചേർന്ന് നിൽക്കാനും നമുക്കിടയായിത്തീരും. അതിനുവേണ്ടി കൂടെയാണ് ഈ കാലയളവ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. 20-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആ നിത്യതയിൽ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 21-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ. വെളിപ്പാട് 21-ന്റെ 3 മുതൽ 5 വരെ.
ആ ഉം. 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 കണ്ണിൽ നിന്ന് ഉം. ആ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നുവെന്ന് അരുളി ചെയ്തു. ഈ ലോകത്തിൽ ഉള്ള പല കാര്യങ്ങളും അന്ന് അവിടെ ഉണ്ടായിരിക്കില്ലെന്ന വായിച്ച് ആ ഭാഗത്ത് നമ്മൾ കാണുന്നു. ഇവിടെയുള്ള പല കാര്യങ്ങളും അന്ന് അവിടെ ഇല്ല. ദുഃഖവും മുറവിളിയും കഷ്ടവും സങ്കടവും കണ്ണുനീരും മരണവും വേർപാടും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് വായിക്കും. അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവരെ നടത്തും. അവ വീഥിയുടെ നടുവിൽ ദൈവസിംഹാസനവും ദൈവസിംഹാസനത്തിൽ ദൈവസാന്നിധ്യവും ദൈവത്തോടുകൂടെ മനുഷ്യരും വീണ്ടെടുക്കപ്പെട്ടു. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം 22-ാം അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെ. അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. ദാസന്മാർ മാത്രമല്ല, ദാസന്മാരും എല്ലാവരും കൂടെ ചേർത്താണ് പറഞ്ഞേക്കുന്നത്. ദൈവമക്കളെല്ലാവരും ദൈവമുഖം കാണും. ആ മുഖം കാണുവാൻ കോടാനുകോടി വിശുദ്ധന്മാർ കാത്തിരുന്ന് ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാതെയാണ് ഈ ലോകം വിട്ട് കടന്നു പോയിരിക്കും. എന്നാൽ അവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന് കാണും. ആ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എത്ര ശ്രേഷ്ഠമായ നമ്മുടെ കർത്താവിനെ അവൻ്റെ തേജസ്സോടെ കാണുന്ന ദിവസം വരുവാനായിട്ട് പോവുകയാണ്. ഈ ലോകത്തിൽ ഒന്നാമത് വന്നപ്പോൾ സാധാരണ മനുഷ്യ മുഖത്തോടുകൂടെ അവനെ അവർ കണ്ടു. പക്ഷേ അംഗീകരിക്കാനോ സ്വീകരിക്കുവാനോ അനേകർ കഴിഞ്ഞില്ല. ചുരുക്കം പേർക്കേ കഴിഞ്ഞുള്ളൂ. അവൻ ക്രൂശിക്കപ്പെട്ടു, കഷ്ടമനുഭവിച്ച് മരിച്ചു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അഗ്നിജ്വാലയ്ക്ക് തുല്യമായ കണ്ണുകളോടുകൂടെ ഒരു വർണ്ണന ആ അധ്യായത്തിലുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മഹത്വപൂർണ്ണമായിരിക്കും നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖമായി കാണുമ്പോൾ. ആ മനോഹരമായ ദിവസം നമുക്ക് സമാഗതമാകുകയാണ്. അന്ന് കർത്താവിനെ കാണുമെന്ന് മാത്രമല്ല, അവൻ്റെ ദാസന്മാർ അവനോടുകൂടെ ആയിരിക്കും. സിംഹാസനത്തിലിരിക്കണം. അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ എന്നേക്കുമായിട്ട് തുടയ്ക്കും. അവിടെ വെച്ച് കണ്ണുനീരൊന്നുമില്ല, അതിനു മുമ്പേ കണ്ണുനീരൊക്കെ തീർന്നതാണ്. അത് ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ദൈവം താൻ അവരോട് കൂടെ ഇരിക്കും. ദൈവത്തോടുകൂടെ മനുഷ്യൻ, മനുഷ്യനോടുകൂടെ ദൈവം. അതാണ് തോട്ടത്തിലുണ്ടായിരുന്ന കണ്ടീഷൻ. ആ സ്ഥിതിയിലേക്ക് വീണ്ടും മടങ്ങി വരും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ കർത്താവായ യേശു എത്ര മഹത്വമുള്ളവനാണ്, ശ്രേഷ്ഠനാണെന്നുള്ളത് അന്ന് വെളിപ്പെടും. അവൻ്റെ നിസ്തുല്യത, അവൻ്റെ തേജസ്, അവൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയേക്കാളൊക്കെ എത്രയോ മഹത്വവാനാണ്, വലിയവനാണ്, നിസ്തുല്യനാണ്, ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. ആ ശ്രേഷ്ഠനായ കർത്താവിനെ നമുക്ക് കാണുവാനും അറിയുവാനും ആരാധിക്കുവാനും ആ കർത്താവിനോടുകൂടെ ആയിരിക്കുവാനിടയാകും. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനിയും ഈ ഭരണകാലത്തിൻ്റെ അനേക ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ നമുക്ക് ഇന്ന് പരിശോധിക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കുന്ന ഭരണകാലം എന്ന് പറയുന്നത് സമാധാനപൂർണമായ ഒരു കാലയളവായിരിക്കും. ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും സമാധാനത്തോടെ ഭരിക്കാൻ ഒരു ഭരണാധികാരിയും കഴിഞ്ഞിട്ടില്ല, ഒരു രാജ്യത്തും കഴിഞ്ഞിട്ടില്ല. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, ആഭ്യന്തര പ്രശ്നങ്ങൾ മറുഭാഗത്ത്. ഇനിയും ഇത് രണ്ടുമല്ലാതെ ഈ ഭരിക്കുന്ന പാർട്ടികളോട് കൂടാതെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, പ്രതിപക്ഷം എന്നൊക്കെ പറയുന്ന മറ്റു പാർട്ടികൾ എത്ര നന്നായിട്ട് ചെയ്താലും മറ്റേ പാർട്ടികൾ എന്ത് ചെയ്യും? പ്രതിപക്ഷം എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കി. നമുക്കറിയാമല്ലോ, നമ്മുടെ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ ഭരണകാലത്ത് ഭരണപക്ഷവും ഇല്ല, പ്രതിപക്ഷവും ഇല്ല. അതിന് ജനാധിപത്യ ഭരണമല്ലത്, ദൈവാധിപത്യ ഭരണമാണ്. ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം, ദൈവ തിരുമനസ്സിന് ഒത്തവണ്ണമുള്ള ഭരണ സംവിധാനമാണ്. അപ്പോൾ വീറ്റോ ചെയ്യാനോ എതിർക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഉള്ള ഒരു ചാൻസ് ആർക്കും ഇല്ല. അതുമാത്രമല്ല, രാജ്യങ്ങളായി തിരിച്ചല്ല ഭരിക്കുന്ന, ലോകം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ സാർവലൗകിക ഭരണാധികാരത്തിൽപ്പെട്ട പ്രദേശങ്ങളായിരിക്കും. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ഓർത്തത് അതിൻ്റെ വിസ്തൃതി, പരിധി. സർവ്വഭൂമിയും യേശു കർത്താവിൻ്റെ ഭരണത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ സർവ്വഭൂമിക്കും അവിടുന്ന് ഏക കർത്താവും രാജാവുമായി മാറിക്കഴിയുമ്പോൾ മറ്റ് പ്രത്യേക രാജ്യങ്ങളും അതിന് പ്രത്യേകം സൈന്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ആവശ്യമില്ല. ആ കാലയളവ് സമാധാനപൂർണ്ണമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു. ഒരു സംഗതി അവിടെ കാണാം. യെശയ്യാപ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യം. മതി. ഇവിടെ വായിക്കുന്നത് ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, യുദ്ധം അഭ്യസിക്കുകയുമില്ല. ഈ യുദ്ധായുധങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നാണ് വായിക്കുന്നത്? കൃഷി ആയുധങ്ങളായിട്ട് അടിച്ച് രൂപപ്പെടുത്തി ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധമില്ല. സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? യുദ്ധമില്ലാത്ത അവസ്ഥ എന്നാണ് ശരിക്കും പറഞ്ഞാൽ.
യുദ്ധമില്ലാത്ത അവസ്ഥയ്ക്കാണ് സമാധാനമെന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധമുണ്ടെങ്കിൽ സമാധാനമില്ല. ഇറാനിലില്ല, ഇസ്രായേലിലില്ല. ഇസ്രായേലിൻ്റെ ആ ദേശം, ആ രാജ്യം, യെരുശലേം സമാധാനത്തിൻ്റെ പട്ടണമെന്നാണ് വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഇന്നുവരെ അവിടെ ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല. സമാധാന പ്രഭു വരുന്നവരെ ഉണ്ടാകുകയുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, യെശയ്യാപ്രവാചകൻ പറയുകയാണ്, നമ്മുടെ കർത്താവ് മശീഹ രാജാവ് ഭൂമിയെ ഭരിക്കുമ്പോൾ അന്ന് ഈ ഭൂമിയിൽ എന്തോ ഇല്ല, യുദ്ധങ്ങളില്ല, സൈന്യങ്ങളില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല. ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ പേടിയാ, ഇന്ത്യക്ക് പാകിസ്ഥാനെ പേടിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളെല്ലാം പേടിച്ച് കൂടുതൽ വ്യാപ്തിയുള്ള റേഞ്ച് കൂടിയ ആയുധങ്ങൾ ഉണ്ടാക്കി വർദ്ധിച്ച് വെച്ചുകൊണ്ടിരിക്കുക, ഇല്ലയോ? ഇല്ലെങ്കിലും ഉണ്ടെന്നൊക്കെ പറയും, മറ്റൊരു പേടിപ്പിക്കാൻ പറയുന്നതാണ്. അവസരം വരുമ്പോൾ അറിയാറുണ്ട്, കുറേ പാട്ടൊക്കെയാണ് പറയിക്കൊണ്ട് ചെല്ലും. അതൊന്നും പലപ്പോഴും പ്രയോജനവുമല്ല, ഫലകരവുമല്ല. എങ്കിലും എല്ലാ രാജ്യങ്ങളും വീൺ പിടിക്കുന്ന അത്യാധുനികമായ ആയുധങ്ങളൊക്കെ ഉണ്ടെന്ന്, കുറേയൊക്കെ ഉണ്ടെന്നുള്ള വസ്തുത ശരിയുമാണ്. ആറ്റം ബോംബുകളും അണുബോംബുകളും ഒക്കെ ധാരാളമുണ്ട്. ഇതൊക്കെ എന്താ ഇതിൻ്റെ പ്രയോജനം? വെറുതെ ചുട്ടുകരിച്ച് നശിപ്പിക്കുക, അല്ല എന്തുവാ? എവിടെയെങ്കിലും പട്ടണം പണിയാനോ ജനത്തിന് എന്തെങ്കിലും ജോലി കൊടുക്കാനോ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിന് ഈ ആയുധങ്ങൾ ഉപകരിക്കുമോ? ഇല്ല. അതെല്ലാം നശീകരണത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്ത് യുദ്ധമില്ല, യുദ്ധത്തിന് വേണ്ടി അഭ്യാസം അല്ലെങ്കിൽ ട്രെയിനിങ് ഇല്ല, അതിൻ്റെ പരിശീലനവുമില്ല, ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, ആരും ആയുധം എടുക്കുകയില്ല. അതുവരെ നിലവിലുള്ള മുഴുവൻ ആയുധങ്ങളും കൃഷി ആയുധങ്ങളായി പരിവർത്തനം ചെയ്തിട്ട് കാർഷിക ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കും. അന്ന് ഭൂമിയിൽ സമാധാനം സംജാതമാകും. മീഖാ പ്രവാചകൻ എന്താ പറയുന്നത് നോക്കിയേ. മീഖാ പ്രവചനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം. നാലാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണോ വായിക്കുന്നത്? കറക്റ്റ്. ഓക്കെ. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ഇതാ വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ യെശയ്യാവ് പറഞ്ഞതിനോട് സമാനമായ ആശയങ്ങളാണ് ഇവിടെ മീഖായും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, യുദ്ധം അഭ്യസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ യുദ്ധമില്ലാത്ത, വാളിൻ്റെ ഉപയോഗമില്ലാത്ത, കലഹങ്ങളില്ലാത്ത സമാധാനപൂർണമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ സംജാതമാകും. അത് നമ്മുടെ കർത്താവ് ഭരിക്കുമ്പോഴാണ്. അപ്പോൾ അന്ന് സമാധാനത്തോടെ ജീവിക്കാം, അല്ലയോ? ഒന്നും പേടിക്കണ്ട. യുദ്ധം ഉണ്ടാകുമെന്നോ വഴക്കിനാലും വരുമെന്നോ ആക്രമിക്കുമെന്നോ യാതൊരു ഭയവും കൂടാതെ നിർഭയമായി വസിക്കാൻ കഴിയുന്ന ഒരു കാലയളവായിരിക്കും. യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ച് അന്നത്തെ ജനത്തിൻ്റെ ആ ജീവിത രീതിയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. 32-ാം അധ്യായം 17-18. ആയിരിക്കും എൻ്റെ ജനം സമാധാന നിവാസങ്ങളിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങും പേടിക്കാതെ പാർക്കാം, സമാധാനത്തോടെ പാർക്കാം, നിർഭയമായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു കാലയളവ് വരും. ഇന്ന് ഭയം കൂടാതെ ജീവിക്കാൻ ആർക്കും പറ്റാത്ത ഒരു സാഹചര്യമാണ്. എവിടെ നോക്കിയാലും, ഇല്ലയോ? ധൈര്യമായിട്ട് എങ്ങോട്ടും പോകാൻ നിൽക്കുകയില്ല. മനുഷ്യൻ്റെ പാപവും അക്രതയും വഷളത്വവും അതിക്രമവും അത്രത്തോളം ഭൂമിയിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മശീഹ രാജാവ് ഭൂമിയെ ഭരിക്കുമ്പോൾ അവർ നിർഭയമായി വസിക്കും. എൻ്റെ ജനം നിർഭയ വസതികളിൽ പാർക്കും എന്ന് പറഞ്ഞാൽ വലിയ സെക്യൂരിറ്റി ഉള്ള വീട്ടിൽ താമസിക്കുമെന്നല്ല അർത്ഥം. ഒരു സെക്യൂരിറ്റിയും വേണ്ട. വീടൊക്കെ തുറന്നിട്ടാലും ആരും വന്നൊന്നും മുട്ടിക്കൊണ്ട് പോകുന്നു ഇല്ല. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ വരാനായിട്ട് പോവാണ്. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നോക്കിയേ. അധ്യായം 60 വാക്യം 18. അവിടെ വീണ്ടും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇല്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും പറയും. അവിടെ എങ്ങും ഒരു പ്രശ്നവുമില്ലാത്ത അനുഗ്രഹപൂർണമായ ഒരവസ്ഥ സംജാതമാകുമെന്ന് ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുക. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നേരെ തിരിച്ചാൽ എങ്ങും ഒരു സുരക്ഷിതമില്ല, ഒരു സെക്യൂരിറ്റിയും ഇല്ല. പിന്നെ നമ്മളൊക്കെ സുരക്ഷിതമാണെന്ന് കരുതുന്നെങ്കിലും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട്
വലിയ കുഴപ്പങ്ങളൊക്കെ കൂടാതെ നമ്മളെ അങ്ങ് കാത്തു പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവകൃപയുടെ സംരക്ഷണമാണ് നമുക്കുള്ളത്. അല്ലാതെ ഭൗതികമായ ഈ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒന്നുമല്ല. ദൈവത്തിൻ്റെ സഹായവും സംരക്ഷണവും ഉള്ളതുകൊണ്ട് ദൈവമക്കൾ സുരക്ഷിതരായി പാർക്കുകയാണ്. അന്യരും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അന്യജനങ്ങളും സുരക്ഷിതരായിട്ടിരിക്കുന്നു ഒരു പരിധിവരെ. എന്നാൽ അന്ന് സമ്പൂർണ്ണമായ മാറ്റം ഈ വ്യവസ്ഥിതിക്ക് ഉണ്ടാകുമെന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇനി 66-ാം അധ്യായത്തിലേക്ക് വന്നേ. 66-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നോക്കി. അന്നത്തെ സമാധാനത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. ആ ആ നദി പോലെ സമാധാനം, കവിഞ്ഞൊഴുകുന്ന തോട് പോലെ സമാധാനം ദേശത്തെല്ലായിടത്തും ഉണ്ടായിരിക്കും. സമാധാനം ഉള്ള ആ ഭരണകാലം എന്ന് പറയുന്നത് യേശു കർത്താവ് മടങ്ങി വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോഴാണ്. ഇന്ന് സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുക. എത്രയോ കരാറുകളാണ്, എഗ്രിമെൻറ്റുകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇറാനും അമേരിക്കയും കൂടി ഇപ്പോഴും ഒരു കരാറുണ്ടാക്കി. പക്ഷേ ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും വെടി പൊട്ടി. അന്ന് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കൊന്നും ഇല്ല. സത്യമല്ലേ? കരാറുണ്ടായതും സത്യമാണ്, ഒപ്പിട്ടതും സത്യമാണ്, വെടിവെച്ചതും സത്യമാണ്. ആർക്കും ഒരു സമാധാനവുമില്ല. ലോകം തരാത്ത സമാധാനം മശിഹ ഭൂമിയിൽ വന്ന് മഹത്വപൂർണ്ണമായ വാഴ്ച നടത്തുമ്പോൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹോശിയ പ്രവചനം 2-ാം അധ്യായം 18-ാം വാക്യം നോക്കിയേ. ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. രണ്ടിൻ്റെ 18. ഇതെല്ലാം നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. വാളും വില്ലും യുദ്ധവും ഒന്നുമില്ലാതെ. അത് മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങൾക്കും അതിനെ നന്മ അനുഭവിക്കാൻ കഴിയും. എസെക്കിയേൽ ഇത് അല്പം കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഞാൻ അവരോട് സമാധാന നിയമം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ നിയമം ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇച്ചിലൂടെ വ്യക്തമായിട്ട് എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. 34-ാം അധ്യായം 25-ാമത്തെ വാക്യം. കണ്ടോ, മരുഭൂമിയിൽ വരെ നിർഭയമായി വസിക്കാം, കാട്ടിലും കിടന്നുറങ്ങാം. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്താണ് ശാശ്വത സമാധാനം ഈ ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പേരുകളിലൊന്ന് സമാധാന പ്രഭു എന്ന യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സമാധാന പ്രഭു. ആ വാക്യം ഒന്ന് വായിക്കേ. അവിടെ വേറെ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്ന്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവൻ സമാധാന പ്രഭുവാണെന്ന് മാത്രമല്ല, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും എന്തില്ല? അവസാനമില്ല. എവർ കണ്ടിന്യൂയിങ്, തുടർന്നുകൊണ്ടേയിരിക്കും. സമാധാനപൂർണമായ ആ കാര്യം, ആ കാലയളവ്, ആ വ്യവസ്ഥിതി പിന്നെ എന്നും അങ്ങനെ നിലനിൽക്കുമെന്നാണ് വായിക്കുന്നത്. വീണ്ടും എന്താ പറഞ്ഞേക്കുന്നത്? ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് അതിനെ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ സമാധാനപൂർണമായ ഒരു കാലയളവ് ദൈവം മനുഷ്യന് വാഗ്ദാനം ചെയ്തു. അത് നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ സമാധാനപ്രഭുവായിട്ട് വന്ന് ഭരണം നടത്തുമ്പോഴാണ്. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളും ആ കൂട്ടത്തിലുള്ളവരായിട്ട് ഇന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ അന്ന് സമാധാന പ്രഭുവിനോടുകൂടെ അവൻ്റെ രാജ്യത്തിൽ, അവൻ്റെ വാഴ്ചയിൽ പങ്കാളികളായിട്ട് തീരാനിടയാകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർത്തു, സഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? കൂടെ വാഴും. ഇന്ന് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പോരാട്ടങ്ങളെ ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെ മധ്യത്തിൽ വിശ്വാസത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി, ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി, ഉപദേശത്തിന് വേണ്ടിയൊക്കെ നമ്മൾ സഹിച്ചു നിന്നാൽ അന്ന് കർത്താവിനോടുകൂടെ അനുഗ്രഹപൂർണമായ വാഴ്ചയിൽ നമുക്കും വാഴാനായിട്ട് സാധിക്കും. നമുക്കും നമ്മുടെ അർഹതയ്ക്കനുസരിച്ചുള്ള യോഗ്യതകൾ കിട്ടും. ഒരു ക്ലാസ്സിൽ നമ്മൾ ആ കാര്യം ഓർത്തതാണ് അല്ലേ? ഓരോരുത്തരോടും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അധികാരം കൊടുക്കുക, പദവികൾ കൊടുത്തിട്ട് വാഴുവാൻ അനുവദിക്കുന്ന മനോഹരമായ ഒരു കാലവും നമുക്കും ആ രീതിയിൽ ആയിത്തീരാനായിട്ട് ഇടയായിത്തീരണം. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അന്ന് ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ്. 54-ാം അധ്യായം 13-ാം വാക്യം.
വലിയതുമായി നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. വലിയ സമാധാനം. ലോകം സമാധാനം എന്ന് പറയും. പ്രവാചക പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അവരെ സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെയുള്ള ലോകസമാധാനത്തെക്കുറിച്ച് പറയും. എന്നാൽ യേശു പറഞ്ഞതോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഇത്ര പ്രശ്നസങ്കീർണമായ ചുറ്റുപാടുകളുടെ മധ്യത്തിലും ശാരീരികമായ മാരകരോഗങ്ങളുടെ മധ്യത്തിലും സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഉപജീവന മാർഗങ്ങളും തൊഴിലും ഒക്കെ നഷ്ടപ്പെട്ട കഷ്ടത്തിലാവുമ്പോഴും കൂട്ടുസഹോദരങ്ങളും കൂടെയുള്ളവരും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഒരു ദൈവപൈതലിനെ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന സമാധാനമാണ് ലോകം തരാത്ത സമാധാനം. യേശു മാത്രം തരുന്ന സമാധാനം, അതായത് എൻ്റെ സമാധാനം, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതനുഭവിക്കുന്ന ഒരേ ഒരു കൂട്ടരെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. എന്നാൽ ഈ ഭൂമിയിൽ മുഴുവൻ ഈ അവസ്ഥ വരാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് കർത്താവായി രാജാവായി നീതിയുള്ള ഭരണം ഈ ഭൂമിയിൽ കാഴ്ചവെക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ അതൊരു സാമ്പിൾ കാലയളവായിരിക്കും. അന്ന് എങ്ങും ഒരു കരാറും എഗ്രിമെൻറ്റും ഒന്നും സമാധാനത്തിന് വേണ്ടി ഒപ്പിടേണ്ടതായിട്ടില്ല. യുദ്ധമില്ലാത്ത കാലം, വഴക്കില്ലാത്ത കാലം, പ്രതിയോഗികളില്ലാത്ത കാലം, എതിർപ്പുകളില്ലാത്ത കാലം, ഏക മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കി ദൈവാധിപത്യത്തിൻ്റെ കീഴിൽ മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന കാലം, അതാണ് മശിഹായുടെ ഭരണകാലം. ആ ഭരണകാലത്തിൻ്റെ അനേക പ്രത്യേകതകൾ ഒന്നാണ് അന്ന് സമാധാനത്തിൻ്റെ കാലയളവായിരിക്കും. മറ്റൊന്ന് നീതിയുടേതാണ്, വേറൊന്ന് തേജസ്സിൻ്റെയും മഹത്വത്തിൻ്റെയുമാണ്. അനവധി കാര്യങ്ങൾ ആ ബന്ധത്തിലുണ്ട്. ദൈവം അനുവദിച്ചാൽ മറ്റു ചില വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം എന്ന് കരുതുകയാണ്. അന്ന് സമാധാനത്തിൻ്റെ കാലയളവായിരിക്കും, നീതിയുടെ കാലയളവായിരിക്കും, സന്തോഷത്തിൻ്റെതായ ഒരു കാലയളവായിരിക്കും. അന്ന് ദൈവത്തോടുകൂടെ വസിക്കുവാനാണ് ഇന്ന് നമ്മൾ കഷ്ടവും നഷ്ടമൊക്കെ സഹിച്ച് വേദനയും എതിർപ്പുകളൊക്കെ നേരിട്ടുകൊണ്ട് ഈ വിശ്വാസ ജീവിതത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പതറിപ്പോകാതെ, എന്താകും എങ്ങനെയാകും എന്ന് വിചാരിച്ച് കലങ്ങിപ്പോകാതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് നാം എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നിൽക്കണം, വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം, ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അനേകരെ നമുക്ക് ഒരുക്കണം. സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കണം. ആത്മാക്കളെ നേടണം. ദൈവസഭയെ സജീവമാക്കണം. ധാരാളം പേര് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമ്മൾ മുഖാന്തരം ഇടയാകും. നമ്മൾ മുഖാന്തരവും ചിലർ കർത്താവിൻ്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടണം. 1000 ആണ്ട് വാഴ്ചയ്ക്കാണ് നമ്മുടെ പഠന വിഷയമെങ്കിലും അതിനൊക്കെ മുമ്പേ നമ്മൾ കർത്താവിനോടുകൂടെ ചേരും. നമ്മളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരുമ്പോൾ, വലിയ ആകാശത്തിൽ വരുമ്പോൾ, കാഹളധ്വനിയോടുകൂടെ വരുമ്പോൾ, ഇവിടെ കയറി വരുവെന്ന് ക്ഷണിക്കുമ്പോൾ, നമ്മൾ മുമ്പോർത്തിട്ടതുപോലെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരാദ്യം ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അടുത്ത വാചകവുമായി എനിക്ക് ഏറെ സന്തോഷകരം. ഇങ്ങനെ നാം എപ്പോഴും 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 കർത്താവിനോടുകൂടെ ആയിരിക്കും. നേരത്തെ ഞാനൊന്ന് ഓർപ്പിച്ചതുപോലെ ആ മുഖം കാണുവാൻ ആഗ്രഹിച്ചവർ, ആ തങ്കത്തിരുമുഖം കാണുവാൻ കൊതിച്ചവർ, അവർ ഉല്ലാസത്തോടും സന്തോഷത്തോടും ദൈവത്തിരുമുഖം കാണുന്ന ഒരു ദിവസം വരും. എന്നാൽ ദൈവവിരോധികളായവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പീഡനകാലത്തിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ, ആ മുഖം കാണാതെ വണ്ണം ഞങ്ങളെ മറപ്പീനെന്ന് പാറകളോടും കുന്നുകളോടും മലകളോടും ഒക്കെ നിലവിളിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരോ ഏറെ നാളുകളായി കാണുവാൻ ആഗ്രഹിച്ച ആ തിരുമുഖം കണ്ട് സന്തോഷത്തോടെ തൃപ്പാദത്തിൽ മുത്തി ആരാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഭാവി അത് നമുക്ക് വരും. നല്ല നാളിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അത് നമ്മുടെ ഈ ജീവിതകാലത്ത്, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ എൻ്റെ ഈ ജീവിതകാലത്ത് തന്നെ കർത്താവ് മേഘത്തിൽ വന്ന് സഭയെ ചേർക്കും എന്ന് തന്നെയാണ്. അതാണ് എൻ്റെ വിശ്വാസവും പ്രത്യാശ. അത് ഇന്നുള്ള വിശ്വാസമല്ല, രക്ഷിക്കപ്പെട്ട അന്ന് മുതലുള്ള വിശ്വാസം. ഒത്തിരി വർഷങ്ങളായി ഇതുവരെയും കർത്താവ് വന്നില്ല. പക്ഷേ എനിക്കൊരു സംശയവുമില്ല, കർത്താവ് വരും. എൻ്റെ ജീവിതകാലത്ത് തന്നെ മരണം കൂടാതെ രൂപാന്തരപ്പെട്ട കർത്താവിൻ്റെ കൂട്ടത്തിലേക്ക്, സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരോടൊപ്പം ഞാനും ചേരും. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് വരാമെന്ന് പറഞ്ഞാൽ വരും. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കും തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ടെന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രതിഫലം തരുവാനായിട്ട് നമ്മുടെ കർത്താവ് വരും. ആ വരവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, ശുശ്രൂഷകൾ ചെയ്യാം, സാക്ഷ്യം ചെയ്യിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാണ്.